ഹായ് ഗൈസ്, ക്ലീ 2025 സീരീസിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ലീഗൽ ആപ്റ്റിറ്റ്യൂഡും അതുപോലെ തന്നെ ഇംഗ്ലീഷിൻ്റെയും ഡീറ്റെയിൽഡ് സിലബസ് നമ്മൾ നോക്കിയായിരുന്നു ഇല്ലേ? എവിടേക്കാണ് പഠിക്കേണ്ടത്, ഏതൊക്കെ ടോപ്പിക്സാണ് നോക്കേണ്ടത് എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കിയിരുന്നു. ഈ വീഡിയോയിൽ നമ്മൾ GK അതുപോലെ തന്നെ അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ആ ഭാഗത്തിൻ്റെ ഈ രണ്ട് സബ്ജക്റ്റിൻ്റെയും ഡീറ്റെയിൽഡ് സിലബസാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഒരുപാട് പേർക്ക് പ്രിപ്പയർ ചെയ്യുന്ന 3 ഇയർ LLB എൻട്രൻസിന് 5 ഇയർ LLB എൻട്രൻസ് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കുള്ള ഡൗട്ടുണ്ട്. സാർ ഇവിടെ നിന്നൊക്കെ നോക്കണം, ഈ മാത്സ് ഉണ്ട്, GK ഉണ്ട്, കറണ്ട് അഫയേഴ്സ് നോക്കണോ, അത് നോക്കണോ, ഇത് നോക്കണോ എന്നുള്ളൊരു റാമ്പൻ്റ് കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു കുറച്ച് വർഷങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നോക്കിയാൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കറിയാം GK എന്ന് പറയുന്നത് കടൽ പോലെ കിടക്കുന്ന ഒരു സബ്ജക്റ്റാണ്. ബട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തവർക്ക് മനസ്സിലാവും ചില ഏരിയാസ് കുറച്ച് കൂടുതൽ അവർ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഏരിയാസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് അപ്പോൾ GK ആൻഡ് കറണ്ട് അഫയേഴ്സ് ഭാഗത്തു നിന്ന് 27 ചോദ്യങ്ങളാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ടോട്ടൽ 81 മാർക്കാണ് വരുന്നത്. ഒരു കാരണവശാലും ആരും തന്നെ GK ഭാഗം ഇഗ്നോർ ചെയ്തേക്കരുത്. ഒരുപാടുണ്ട്, കുറേ പഠിക്കാനുണ്ട് വെച്ച് ഒരിക്കലും ഇഗ്നോർ ചെയ്യരുത്. 81 മാർക്കിൻ്റെ ഒരു ഇതാണ് വരുന്നത്. ആ 81 മാർക്ക് ടോട്ടൽ മൊത്തമൊന്നും കിട്ടിയെന്ന് വരില്ല. ബട്ട് ഇഫ് യു ക്യാൻ സ്കോർ ഒരു 50 അല്ലെങ്കിൽ 55 മാർക്ക് അല്ലെങ്കിൽ 60 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് വലിയൊരു ബെനിഫിറ്റ് നിൽക്കും. ഓക്കെ, GK എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള സബ്ജക്റ്റ് അല്ലേ? നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ നമുക്ക് സബ്ജക്റ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് തന്നെ വായിച്ചിരുന്ന് പഠിക്കാവുന്നതേ ഉള്ളൂ. നിങ്ങളുടെ വീട്ടിൽ PSC പഠിക്കുന്ന ചേട്ടനും ചേച്ചിമാരൊക്കെ ഉണ്ട്. ഓക്കെ, അവരുടെ ബുക്സ് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ബുക്ക് സ്റ്റാളുകളിൽ പോയാൽ GK ബുക്സ് കിട്ടും. അല്ലെങ്കിൽ നമുക്കിതൊന്നും പറ്റില്ല, നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അനുവദിക്കില്ലെങ്കിൽ നമുക്ക് ഓൺലൈനിലൂടെ യൂട്യൂബിലൂടെ അതുപോലെ തന്നെ ഒരുപാട് സോഴ്സുകളുണ്ട്. നമുക്ക് ഇഷ്ടം പോലെ GK പഠിക്കാൻ ഇഷ്ടം പോലെ സാഹചര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ യൂട്ടിലൈസ് ചെയ്ത് കൃത്യമായിട്ട് പഠിക്കുക. ഡോണ്ട് എവർ ഇഗ്നോർ ചെയ്യരുത് 81 മാർക്ക്. ഓക്കെ, അപ്പോൾ GK ഭാഗത്തു നിന്നും എന്തൊക്കെയാണ് മെയിനായിട്ട് വരിക എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യത്തെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ആൻഡ് തീംസ്. ഇപ്പോൾ വേൾഡ് ക്യാൻസർ ഡേ എന്ന, എൻവയോൺമെൻറ്റ് ഡേ എന്ന, വേൾഡ് എയ്ഡ്സ് ഡേ എന്ന അതിൽ നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. 2-3 ചോദ്യങ്ങളൊക്കെ വരാറുണ്ട്. ഓക്കെ, 2-3 ചോദ്യം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ല 9-6 മാർക്കാണ് വരുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റുകൾ പഠിക്കുമ്പോൾ ഓരോ വർഷവും ഓരോ ഡേറ്റിനും ഒരു തീം ഇറക്കും. ഇപ്പോൾ വേൾഡ് എൻവയോൺമെൻറ്റ് ഡേക്ക് 2025 ഒരു തീം ഉണ്ടാവും, 26 ഒരു തീം ഉണ്ടാവും, 23 വേറൊരു തീമായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ എഴുതാൻ പോകുന്ന 2025 എൻട്രൻസ് ആണ്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ 2024 എൻട്രൻസ് എപ്പോഴാണ് നടന്നത്? ഓഗസ്റ്റിലാണ് നടന്നത്. കഴിഞ്ഞ ഓഗസ്റ്റ് തൊട്ട് ഈ ഓഗസ്റ്റ് വരെയുള്ള പ്രധാനപ്പെട്ട ഡേറ്റുകൾ, അതിലെ തീമുകൾ. ഓക്കെ, അത് ഗ്രേറ്റർ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഒരു വർഷത്തെ മൊത്തം ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഓക്കെ, കുറച്ചധികം ഉണ്ട്, മീൻസ് അതൊക്കെ നോട്ട് ചെയ്ത് നിങ്ങൾ പഠിക്കണം. ഓക്കെ, എഫേർട്ട് ഇട്ട് വേണം പഠിക്കാൻ. ഓക്കെ, തീമുകൾ ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞൊരു ഇയറിലെ ഇമ്പോർട്ടൻറ്റ് തീംസ് ഒക്കെ ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യാൻ നോക്കി, അതും ചോദിക്കാറുണ്ട്. പിന്നെ വരുന്നത് എന്താ, കറണ്ട് അഫയേഴ്സ്. കറണ്ട് അഫയേഴ്സിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നുണ്ട്. കറണ്ട് അഫയേഴ്സ് എന്തൊക്കെ നോക്കണം? കറണ്ട് അഫയേഴ്സ് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഡെയിലി ആക്ടിവിറ്റി എന്തൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും കണ്ടു, ഹൗ ടു സ്റ്റാർട്ട് പ്രിപ്പറേഷൻ. അതിൽ ഞാൻ പറയുന്നുണ്ട്, ഡെയിലി നിങ്ങൾ പത്രം വായിച്ച് എന്ത് ചെയ്യണം, കറണ്ട് അഫയേഴ്സ് നോട്ട് ചെയ്യണം. കറണ്ട് അഫയേഴ്സ് എന്തൊക്കെ ചോദിക്കാം? ഇപ്പോൾ ഒബിച്വറീസ്. ഓക്കെ, പ്രധാനപ്പെട്ട പ്രമുഖരാരെങ്കിലും മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഓക്കെ, അവർ ഏത് ഫീൽഡായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ അത് നമ്മൾ നോക്കി വയ്ക്കണം. നമ്മൾ അങ്ങനെയുള്ള പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പ്രധാനമന്ത്രി അവിടെ പോയി ഇവിടെ പോയി അതല്ല. ഓക്കെ, ഇപ്പോൾ ഇന്ത്യയിൽ എവിടെയെങ്കിലുമൊക്കെ ഇലക്ഷൻ നടന്നിട്ടുണ്ടെങ്കിൽ അവിടെ ആരാണ് എന്ത് ചെയ്ത് ചീഫ് മിനിസ്റ്റർ ആയത്, അതൊക്കെ നിങ്ങൾ നോക്കി. ഇലക്ഷൻസ് നടന്നിട്ട് അതിനുമായി ബന്ധപ്പെട്ട ഫാക്റ്റുകൾ. അങ്ങനെ GK കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ ഈ വേൾഡ്, ഇന്ത്യയിലും ലോകത്തും നടക്കുന്ന എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ അത് പഠിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ കറണ്ട് അഫയേഴ്സൊക്കെ തരുന്ന ഇഷ്ടംപോലെ ചാനലുകളുണ്ട്. ഇപ്പോൾ നമ്മളിനിയും വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പത്രം വായിച്ച് നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് നോട്ട് ചെയ്യാം. ഒരുപാട് ഓൺലൈൻ സോഴ്സ് യൂട്യൂബ് ചാനൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കറണ്ട് അഫയേഴ്സ് യൂസ് ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ മീഡിയം ഇംഗ്ലീഷിലാണ്. ഇംഗ്ലീഷിൽ പഠിച്ചു വയ്ക്കുക. ഇത് പ്രത്യേക ഒരു നോട്ട് എടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വയ്ക്കുക. പിന്നെ ആസ്ട്രോണമി എന്ന് പറയുമ്പോൾ അതൊരു വലിയ ടോപ്പിക്കാണ്. കഴിഞ്ഞ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പ്ലാനറ്റ്സ്, അതിന് നിക് നെയിംസ്. ഇപ്പോൾ ഗ്രീൻ പ്ലാനറ്റ് ഏതാ, ബ്ലൂ പ്ലാനറ്റ് ഏതാ, മോർണിംഗ് സ്റ്റാർ ഏതാ, ഈവനിങ് സ്റ്റാർ ഏതാ, അങ്ങനത്തെ പ്ലാനറ്റ്സ്, അതിന് നിക് നെയിംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾ നോക്കി വയ്ക്കാം. പിന്നെ സോളാർ സിസ്റ്റമായി ബന്ധപ്പെട്ടുള്ള മറ്റുള്ള ഫാക്റ്റുകൾ. പിന്നെ ഇപ്പോൾ ഇമ്പോർട്ടൻസ്, ഇപ്പോൾ നാസ, അതുപോലെ ISRO, ഓക്കെ, ഇതുപോലെ വിടുന്ന ഇമ്പോർട്ടൻറ്റ് സാറ്റലൈറ്റുകൾ, അതുമായി ബന്ധപ്പെട്ടുള്ള ഫാക്റ്റുകൾ. അപ്പോൾ ഈ ആസ്ട്രോണമി എന്ന് പറഞ്ഞ് ഇതെല്ലാം വരും. സോളാർ സിസ്റ്റം, പ്ലാനറ്റ്സ്, ഈ നമ്മൾ
ഈ നാസയും അതുപോലെ ISROയുടെ മെയിൻ ഡെവലപ്മെൻറ്റ്സ്, അവർ വിടുന്ന റോക്കറ്റ്സ്, അതുമൊക്കെ അതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കും. പിന്നെ അവാർഡ്സ് എല്ലാത്തരം അവാർഡ്സ് പഠിക്കണം. സ്പോർട്സ് അവാർഡ്സ് പഠിക്കണം, നാഷണൽ ലെവലിലുള്ള അവാർഡ്സ് പഠിക്കണം, ഇൻ്റർനാഷണൽ ലെവലിലുള്ള അവാർഡ്സ് പഠിക്കണം, സ്റ്റേറ്റ് ലെവലിലുള്ള അവാർഡ്സ് തന്നെ പലതരം ലിറ്റററി അവാർഡ്സ് ഉണ്ട്, ഇപ്പോൾ സാഹിത്യ പുരസ്കാരങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ അവാർഡ്സ് ഇപ്പോൾ കഴിഞ്ഞ വർഷം ചോദിച്ചത് എനിക്ക് നൊബേൽ പ്രൈസാണ്, അത് ഇൻ്റർനാഷണൽ ലെവലിലുള്ള അവാർഡ്. അപ്പോൾ അവാർഡ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫാക്റ്റ്, അതുമായി കണക്ട് ചെയ്തുള്ള കറണ്ട് അഫെയർ, അതും നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, റിനോൺഡ് ആയിട്ടുള്ള ഒരുപാട് അവാർഡ്സ് ഉണ്ട് ഇല്ലേ? ഇപ്പോൾ ജ്ഞാനപീഠ, നൊബേൽ പ്രൈസ്, ഏബൽ പ്രൈസ്, ഇങ്ങനത്തുള്ള കുറച്ചൊരു 10-15 ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഫിലിംസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓസ്കാർ അവാർഡ്സ്, ബാഫ്ത, എമ്മി, ഇങ്ങനത്തെ കുറച്ച് വെൽ റീനോൺഡ് ആയിട്ടുള്ള അതുമായി ബന്ധപ്പെട്ടുള്ള ഫാക്റ്റും. ഓക്കെ, അത് കഴിഞ്ഞ ഒരു വർഷ കാലയളവിൽ അത് ആർക്കാണ് കിട്ടിയത്, അതൊക്കെ ഒന്ന് നിങ്ങൾ നോക്കി വെക്കാം. പിന്നെ എന്താ വരുന്നത്, സ്പോർട്സായി ബന്ധപ്പെട്ടുള്ള കറണ്ട് അഫെയർസ് വരണം. സ്പോർട്സായി ബന്ധപ്പെട്ടുള്ള ഫാക്റ്റും പഠിക്കണം, GK ഫാക്റ്റുകളും പഠിക്കണം, സ്പോർട്സായി ബന്ധപ്പെട്ടുള്ള കറണ്ട് അഫെയർസും പഠിക്കണം. ഇപ്പോൾ കഴിഞ്ഞ വർഷം ചോദിച്ചത് 2020 വേൾഡ് കപ്പിൽ ആരായിരുന്നു റണ്ണേഴ്സ് അപ്പ് എന്നാണ് ആയിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ വർഷം T20 വേൾഡ് കപ്പ് നടന്നത്, അതിൻ്റെ റണ്ണേഴ്സ് അപ്പ് ആരായിരുന്നു എന്നാണ് ചോദിച്ചത്. ഓക്കെ, അപ്പോൾ സ്പോർട്സിൻ്റെ ലെവലിൽ, സ്പോർട്സിൻ്റെ ഏരിയയിൽ അറ്റ് പ്രസൻറ്റ് എന്തൊക്കെ നടക്കുന്നു അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കും. ഇപ്പോൾ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ഒളിമ്പിക്സ് വരുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട എന്തെങ്കിലും ഇൻ്റർനാഷണൽ ടൂർണമെൻറ്റ്സ് വരുന്നുണ്ടെങ്കിൽ അതിനെ പറ്റി അറിയണം. അത് എവിടെയാണ്, വെന്യൂ ചോദ്യം വരാം, അപ്പം അങ്ങനത്തുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. പിന്നെ ജനറൽ സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഈ ഭാഗത്തു നിന്ന് വരെ ജനറൽ GK ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിൽ നിന്ന് ചോദ്യങ്ങൾ വരാറ്. ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ഇൻവെൻഷൻസ്, ഓക്കെ, അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. പിന്നെ ഡിഫൻസായി ബന്ധപ്പെട്ടുള്ള ഫാക്റ്റുകൾ, ഇപ്പോൾ ഏതെങ്കിലും മിസൈൽസ് ഒക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളൊക്കെ നമ്മുടെ എൻട്രൻസിന് ചോദിക്കാറില്ല. ഇപ്പോൾ ഇമ്പോർട്ടൻറ്റ് ഓപ്പറേഷൻ കരുണ എന്തിനാണ്, അതുപോലെ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ, അങ്ങനത്തെ കുറേ മേജർ ഓപ്പറേഷൻസ് ഉണ്ട്, അതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അതുമായി ബന്ധപ്പെട്ടുള്ള കറണ്ട് അഫെയർസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. പിന്നെ ഇൻ്റർനാഷണൽ ബോഡീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻ്റർനാഷണൽ ബോഡി എന്ന് പറയുന്നത് UN ആണ്. ഓക്കെ, UN-ഉം പിന്നെ വേറെയും ഇൻ്റർനാഷണൽ ബോഡീസ് ഉണ്ട് ഇല്ലേ, ആസിയാൻ, നമ്മുടെ സാർക്ക്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ NATO, ഇങ്ങനത്തുള്ള കുറേ ഇൻ്റർനാഷണൽ ബോഡീസ് ഉണ്ട്. ഓക്കെ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട UN നിങ്ങൾ എന്ത് അറിഞ്ഞിരിക്കണം, UN-ൽ നിന്ന് സ്ഥിരം ചോദ്യങ്ങൾ വരുന്നതാണ്. അപ്പോൾ UN അതിൻ്റെ സ്പെഷ്യലൈസ്ഡ് ബോഡീസ് ഇല്ലേ, സ്പെഷ്യലൈസ്ഡ് ഏജൻസീസ് ഉണ്ട്, യുനെസ്കോ പോലത്തെ ബോഡീസ്, അവരുടെയൊക്കെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്. പിന്നെ അതുപോലെ UN-ൻ്റെ ഒരു ജുഡീഷ്യൽ ബോഡി ഉണ്ട് ഇല്ലേ, ഇൻ്റർനാഷണൽ കോർട്ട്സ് ഓഫ് ജസ്റ്റിസ്, ICJ ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ നമ്മുടെ എക്സാമിന് ചോദിക്കാറുണ്ട്, നമ്മൾ എഴുതുന്ന ലോ എൻട്രൻസ് ആയതുകൊണ്ട് ചോദിക്കാറുണ്ട്. പിന്നെ ലിറ്ററേച്ചർ ഭാഗത്തെന്ന് പറയുമ്പോൾ എന്ത് വേണമെങ്കിലും ചോദിക്കാം. ഇപ്പോൾ ബുക്സ്, അതിൻ്റെ ഓതേഴ്സ്, ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ലിറ്ററേച്ചർ മേഖലയിൽ കൊടുക്കുന്ന അവാർഡുകളുണ്ട്, അതൊക്കെ ചോദിക്കാറുണ്ട്. പിന്നെ എക്കണോമിക്സ് ഭാഗത്തൊന്നും ചോദ്യങ്ങൾ വരാറുണ്ട്. പിന്നെ സോഷ്യൽ വെൽഫെയർ സ്കീംസ്, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും സോഷ്യൽ വെൽഫെയർ സ്കീംസ്. ഓക്കെ, അത് ഏതെങ്കിലും പ്രധാനപ്പെട്ട സോഷ്യൽ വെൽഫെയർ സ്കീംസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ നോക്കി നിങ്ങൾ വെക്കണം. ഇതൊക്കെ ഈ പറയുന്ന സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കണം. നിങ്ങൾ എന്ത് ചെയ്യണം, ന്യൂസ് പേപ്പർ റീഡിംഗ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ കവർ ചെയ്ത് പോകാൻ പറ്റും ഇല്ലേ. ന്യൂസ് പേപ്പർ റീഡിംഗ്, ഇപ്പോൾ ന്യൂസ് പേപ്പർ ഇല്ല, വീട്ടിൽ ന്യൂസ് പേപ്പർ വരുത്താനുള്ള സാഹചര്യം ഇല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുക, ഓൺലൈനായിട്ടുള്ള സോഴ്സുകളൊക്കെ ഉണ്ട്, യൂട്യൂബ് ചാനൽസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, പിന്നെ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്നത് അതൊരു വലിയൊരു കടൽ പോലെ ഇറങ്ങുന്ന സാധനം അല്ലേ. ഇന്ത്യ എന്ന് പറയുന്നത് അത്രയും റിച്ച് ഹിസ്റ്ററി ഉള്ള ഒരു കൺട്രിയാണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ഹിസ്റ്ററിയാണ് ഇല്ലേ. സ്വാതന്ത്ര്യ സമരവും ഈ ഫ്രീഡം സ്ട്രഗിളിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കും. കാരണം കഴിഞ്ഞ തവണ 2 ചോദ്യങ്ങളാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ഹിസ്റ്ററി എന്ന് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ മെയിനായിട്ട് എടുക്കണം. പിന്നെ വൈസ്രോയിമാരുമായി ബന്ധപ്പെട്ടുള്ള ഫാക്റ്റുകളുണ്ട്. ഇപ്പോൾ ഫാദർ ഓഫ് സിവിൽ സർവീസ് ആരാ, കോൺവാലിസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ഇന്ത്യൻ ഹിസ്റ്ററി നിങ്ങൾ പഠിക്കണം. മുഗൾ ഹിസ്റ്ററി അറിഞ്ഞിരിക്കണം, മുഗൾ ഹിസ്റ്ററിന് ചോദ്യങ്ങൾ വരാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മിഡീവൽ ഹിസ്റ്ററി അറിഞ്ഞിരിക്കണം. ഗ്രേറ്റർ സ്ട്രെസ് നിങ്ങൾ കൊടുക്കേണ്ട ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ഹിസ്റ്ററിയാണ്, അതിന് സ്ഥിരം ചോദ്യങ്ങൾ വരാറുണ്ട്. ഓക്കെ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചു. പിന്നെ ജോഗ്രഫി ഇന്ത്യൻ ജോഗ്രഫിയും പഠിക്കണം, ഇൻ്റർനാഷണൽ ജോഗ്രഫിയും പഠിക്കണം. ഓക്കെ, ചോദ്യങ്ങൾ ധാരാളമായിട്ട് വരാറുണ്ട്. പിന്നെ റിവേഴ്സ് ആൻഡ് ഡാംസും മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ഇപ്പോൾ ഈ റിവറിന് കുറുകെ ഏതാണ് ഡാം, മഹാനദി അല്ലെങ്കിൽ മഹാസരോവർ ഡാം, അത് ഏത് റിവറിന് കുറുകെ, അങ്ങനത്തെ ഉള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ റിവേഴ്സ്, ഡാംസ്, ലേക്സ്, അതുമായി ബന്ധപ്പെട്ട വാട്ടർഫോൾസ് ഏത് സ്ഥലത്താണ്, ലൊക്കേഷൻ, അങ്ങനത്തെ ഉള്ള ചോദ്യങ്ങൾ. അപ്പോൾ റിവേഴ്സ്, വാട്ടേഴ്സ്, ലേക്സ്, വാട്ടർഫോൾ, ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ GK ഫാക്റ്റുകൾ അറിഞ്ഞിരിക്കണം. പിന്നെ കേരള ഹിസ്റ്ററിന്നും ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നിങ്ങൾ മെയിനായിട്ട് നിങ്ങൾ GK ആൻഡ് കറണ്ട് അഫെയർസ് നോക്കണം. GK ആൻഡ് കറണ്ട് അഫെയർസ് ഞാൻ പറഞ്ഞു വാസ്റ്റാണ്.
പക്ഷേ പഠിക്കുക എന്നുള്ള സിമ്പിളായിട്ടുള്ള കാര്യമാണ് ഇല്ലേ. ഓർത്ത് വെക്കാനൊരു ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. പഠിക്കുക എന്നുള്ള ഒരു തിയറീസ് ഒന്നും ചുമ്മാ വായിച്ച് നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാൻ പറ്റും. ഓർത്ത് വെക്കാനുള്ള ബുദ്ധിമുട്ട് അത് നിങ്ങൾക്ക് റിവൈസ് ചെയ്യാവുന്നുള്ളൂ. ബട്ട് നെവർ എവർ ഇഗ്നോർ GK ആൻഡ് കറണ്ട് അഫയേഴ്സ്. നിങ്ങൾ ഇത്തിരി എക്സ്ട്രാ എഫേർട്ട് ഇടണം. ബട്ട് അതിൻ്റെ വെർത്ത് നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും നിങ്ങൾക്ക്. ഓക്കെ, 81 മാർക്കാണ് GK ആൻഡ് കറണ്ട് അഫയേഴ്സ് വരുന്നത്. അതും സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞ വർഷത്തെ പേപ്പർ നിങ്ങൾക്ക് എടുത്തു നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. സിമ്പിളായിട്ടുള്ള ഡെയിലി പത്രം വായനയുള്ളവർക്കൊക്കെ എന്ത് ചെയ്യുക, അതൊക്കെ ആൻസർ ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങൾ, വലിയ എന്താ പറയുക ഡെപ്തായിട്ടുള്ള കാര്യങ്ങളൊന്നും ചോദിക്കുന്നില്ല. അപ്പോൾ ഒന്നിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ GK ആൻഡ് കറണ്ട് അഫയേഴ്സിൽ ഒരു 81 മാർക്കാണ്. 81 മാർക്ക് ഫുള്ളൊന്നും കിട്ടില്ല, എന്നാൽ നിങ്ങൾക്കൊരു എന്താ പറയുക 50 to 60 മാർക്സ് ഒന്ന് എഫേർട്ട് ഇട്ട് അതിന് മേളിലേക്ക് നിങ്ങൾക്ക് സ്കോർ കയറ്റാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ നോക്കുക. ഇനി നമുക്ക് അടുത്തത് അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ഭാഗത്ത് നമുക്ക് നോക്കാം. ഓക്കെ, ഈ അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഭാഗം എല്ലാ കുട്ടികളും, ഒരു മെജോറിറ്റി ഓഫ് സ്റ്റുഡൻസ് ഇഗ്നോർ ചെയ്യുന്നൊരു ഭാഗമാണ്. ഓക്കെ, അത് ഇഗ്നോർ ചെയ്യരുത് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ബിക്കോസ് 15 ചോദ്യങ്ങൾ 45 മാർക്ക്. ഓക്കെ, 45 മാർക്ക് എന്ന് പറയുന്നത് ഒരു എക്സ് ഫാക്ടറാണ്. ഞാൻ പറഞ്ഞു മാത്സ് എന്ന് പറയുന്നത് ബാക്കിയുള്ള സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് വായിച്ച് പഠിച്ചാൽ മതി. മാത്സ് നിങ്ങൾ എന്ത് ചെയ്യണം, ഇരുന്ന് ചെയ്യണം നിങ്ങൾക്ക്. അത് പലർക്കും മടിയാണ്. ബട്ട് ഇഫ് യു ക്യാൻ ഡു ദാറ്റ്, ഈ 45 മാർക്കിൽ 40 മാർക്ക് നിൽക്കട്ടെ. കാരണം ബേസിക് ആയിട്ടുള്ള മാത്തമാറ്റിക്സ് ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ഇപ്പോൾ ഇൻ്റഗ്രേഷനോ ഡിഫറൻസിയേഷനോ ഇങ്ങനത്തുള്ള നിങ്ങൾ +2 പഠിക്കുന്ന വലുതൊന്നുമല്ല ചോദിക്കുന്നത്. നിങ്ങൾ 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും പഠിച്ച ബേസിക് മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. ഇത് പഠിക്കാൻ ഏറ്റവും വലിയ എളുപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ PSC പഠിക്കുന്ന ചേട്ടൻ ചേച്ചിമാരൊക്കെ ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചത് പഠിക്കാൻ പറ്റും മാത്സ്. അവർക്ക് അതിൻ്റെ കുറുക്ക് വഴികളും ഒക്കെ ഷോർട്ട് കട്ട്സൊക്കെ അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ മാത്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എന്ത് ചെയ്യുക, പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, 45 മാർക്സ് ഉണ്ട്, അതിൻ്റെ ഒരു 40 മാർക്സ് നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്ക്. ഓക്കെ, ഒരു ബുദ്ധിമുട്ടിലാണ്. കാരണം ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങൾ. ഇനി മാത്സിൽ നിന്ന് എന്തൊക്കെ തരം ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക, അതിൻ്റെ ഡീറ്റെയിൽ സിലബസ് നമുക്ക് നോക്കാം. ആദ്യത്തേൽ ജോമെട്രി. അപ്പോൾ ജോമെട്രി ഭാഗത്തുനിന്ന് വന്ന് കഴിഞ്ഞ വർഷം വന്നൊരു ചോദ്യമാണിത്. ഏരിയ ഓഫ് എ വേക്കൻറ്റ് ലാൻഡ് ഇൻ ദ ഫോം ഓഫ് എ സ്ക്വയർ ഈസ് 36,100 സ്ക്വയർ മീറ്റേഴ്സ്. ദെൻ ദ ലെങ്ത് ഓഫ് ദ സൈഡ് ഓഫ് ദ ലാൻഡ് ഈസ്, ഒന്നുമില്ല, ഫോർമുല അറിഞ്ഞാൽ ഒറ്റ സബ്സ്റ്റിറ്റ്യൂഷൻ 2 സ്റ്റെപ്പും കൊണ്ട് ആൻസർ കിട്ടി. 3 മാർക്കും പോക്കറ്റിൽ. കണ്ട, സിമ്പിൾ ചോദ്യങ്ങളാണ് വരുന്നത്. ഒന്നിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റും നമുക്ക്. പിന്നെ ആവറേജ് ഇന്ന് പ്രോബ്ലംസ് ഉണ്ട്. കഴിഞ്ഞ വർഷത്തെ പേപ്പർ അനാലിസിസിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് ആവറേജ് ഇന്ന് പ്രോബ്ലം വരുന്നുണ്ട്. പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇന്ന് പ്രോബ്ലം വരുന്നുണ്ട്. ഇതൊക്കെ സിമ്പിൾ ഫോർമുല വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. 2 or 3 സ്റ്റെപ്സ് നമുക്ക് ആൻസറിലേക്ക് അറൈവ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ സിമ്പിൾ ഇൻട്രസ്റ്റ് ഇന്ന് പ്രോബ്ലം വരുന്നുണ്ട്. സിമ്പിൾ ഇൻട്രസ്റ്റ് ഭാഗത്തുനിന്ന് പ്രോബ്ലം വരുന്നത് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ടൈം ആൻഡ് ഡിസ്റ്റൻസ് ഇന്ന് പ്രോബ്ലം വരുന്നുണ്ട്. ടൈം ആൻഡ് ഡിസ്റ്റൻസ് ഭാഗത്തുനിന്ന് പ്രോബ്ലം വരുന്നുണ്ട്. റേഷ്യോ എന്ന് പ്രോബ്ലം വരുന്നുണ്ട്. പിന്നെ ആവറേജ് ഭാഗത്തുനിന്ന് പ്രോബ്ലം വരുന്നുണ്ട്. പിന്നെ പേഴ്സൻറ്റേജ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഓക്കെ, നമ്പർ സിസ്റ്റം. ഓക്കെ, നമ്പർ സിസ്റ്റത്തിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നുണ്ട് നമ്മുടെ പേപ്പറിലുണ്ട്. പിന്നെ ഫ്രാക്ഷൻ ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ. ഇപ്പോൾ കഴിഞ്ഞ വർഷം ഫ്രാക്ഷൻ ഭാഗത്തുനിന്ന് വരുന്ന ചോദ്യമാണ്. ദ സ്മോളസ്റ്റ് നമ്പർ എലോങ് ദ ഫ്രാക്ഷൻ ഈസ് 3/5, 5/9, 7/11, 9/13 ഈസ്. അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് ചോദിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. നമുക്ക് ഇനി LCM ആൻഡ് HCF ആ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം വന്നൊരു ചോദ്യമാണിത്. ദ സ്മോളസ്റ്റ് പോസിറ്റീവ് നമ്പർ വിച്ച് ഈസ് ഡിവിസിബിൾ ബൈ നമ്പേഴ്സ് 2, 3, 4, 5, 6, 7 ഈസ്. 4 ഓപ്ഷൻസ് ആണ് നമ്മളെ ആൻസർ. പിന്നെ നമ്പർ സിസ്റ്റം ഞാൻ പറഞ്ഞു, അതിൽ നിന്ന് പ്രോബ്ലംസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒന്നിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഈ മാർക്കൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ മാത്സ് എങ്ങനെയാണ് പഠിക്കുക സാർ? ഇപ്പോൾ പല സ്ഥലത്തും മാത്സ് ഒന്നും പല കോച്ചിങ് സെൻറ്റേഴ്സിലും മാത്സിന് വലിയൊരു ഇമ്പോർട്ടൻസ് കാണില്ല. ഓക്കെ, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരുണ്ട്. ഓക്കെ, ചിലവരെന്ത് ചെയ്യും, മാത്സ് ഇഗ്നോർ ചെയ്യുന്നവർ വേണ്ടി. അപ്പോൾ നമ്മൾ ആപ്പിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മളവിടെ മാത്സ് ഏറ്റവും ബെസ്റ്റ് ലെവലിൽ നമ്മൾ മാത്സ് കൊടുക്കുന്നുണ്ട്. കാരണം മാത്സ് എന്ന് പറയുന്നത് എപ്പോഴും 45 മാർക്സ് എന്ന് പറയുന്നത് ഒരു എക്സ് ഫാക്ടറാണ്. ആ 45 മാർക്സ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ മാത്സ് നല്ലപോലെ ക്ലാസ്സസ് എക്സ്പെക്റ്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നല്ല ഫുൾ പാക്കേജിൽ വളരെ മിനിമം കോസ്റ്റ് കോച്ചിങ് ഒക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്നവർക്ക് ഓക്കെ, ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആപ്പിലൂടെ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ കിട്ടും, അതിൻ്റെ റെക്കോർഡ് സെഷൻസ് കിട്ടും, നിങ്ങൾക്ക് വീക്കിലി ടെസ്റ്റുകളുണ്ട്, നിങ്ങൾക്ക് എൻ്റെ പേഴ്സണൽ മെൻറ്റർഷിപ്പ്, അതുപോലെ തന്നെ മോട്ടിവേഷൻ ക്ലാസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. കംപ്ലീറ്റ് ആയിട്ടുള്ള എൻ്റെ സിലബസ് എടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ സെറ്റാക്കി എടുക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നമുക്ക് അടുത്തത് ഇനി നമുക്ക് ലോജിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ഭാഗത്തുനിന്ന് വരുന്നത് നോക്കാം. ഓക്കെ, ലോജിക്കൽ ആപ്റ്റിറ്റ്യൂഡും പലരും ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു ഭാഗങ്ങളായിരിക്കും. ഓക്കെ, ഈ ലോജിക്കൽ ആപ്റ്റിറ്റ്യൂഡ് എന്തൊക്കെ തരം ചോദ്യങ്ങളാണ് നമുക്കത് നോക്കാം. ലോജിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ഡീറ്റെയിൽ സിലബസ് നോക്കാം. ഇപ്പോൾ ലോജിക്കൽ ആപ്റ്റിറ്റ്യൂഡിന് അനലോഗി പ്രോബ്ലംസ് വരും. അനലോഗി ക്വസ്റ്റ്യൻസ് ഇത് ഇങ്ങനെയാണ്: ഒബേ, ഡിഫൈ, വർക്ക് എന്താണ്, 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്.
അപ്പോൾ ഒബേ എന്ന് പറഞ്ഞാൽ എന്താ അനുസരിക്കുക, ഡിഫൈൻ എന്ന് പറഞ്ഞാൽ എന്താ അനുസരിക്കാണ്ടിരിക്കുക. ഇപ്പോൾ വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ പണിയെടുക്കുക, അതിൻ്റെ ഓപ്പോസിറ്റ് എന്താ റെസ്റ്റ് എടുക്കുക. ഓക്കെ, 4 ഓപ്ഷൻസ്. അതിന് റെസ്റ്റാണ് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ അനലോയി ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, അനലൈസ് ചെയ്യും. നമുക്ക് എന്ത് ചെയ്യുക, ബേസിക് ഒരു ബുദ്ധി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം. പിന്നെ ഡീകോഡിങ് പ്രോബ്ലംസ്, ഡീകോഡിങ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. മറ്റേ ഇതിലേണ്ട ഇപ്പോൾ കഴിഞ്ഞ വർഷം വന്നൊരു ചോദ്യമാണിത്. HKNQ കറസ്പോണ്ട്സ് ടു LORU ദെൻ BHK കറസ്പോണ്ട്സ് ടു. കണ്ടോ, ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരാറുണ്ട്. പിന്നെ അടുത്തത് സീരിയസ് ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. ഇപ്പം ഫൈൻഡ് ദ മിസ്സിംഗ് നമ്പർ കേട്ടോ, 37531 ഡാഷ്, എന്നിട്ട് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സീരീസ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. പിന്നെ കലണ്ടർ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് കഴിഞ്ഞ വർഷത്തെ പേപ്പറിൽ ഇല്ലെന്നാണ് എൻ്റെ ഓർമ്മ, ബട്ട് വരാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ വർഷത്തെ പേപ്പർ നോക്കിയിട്ട് അതേപടി തന്നെ ഈ തവണ ആർക്കും അങ്ങനത്തെ പ്രിജുഡീസ് ഒന്നും വേണ്ട, അങ്ങനത്തെ മുൻവിധിയൊന്നും ആർക്കും വേണ്ട. ഓക്കെ, കഴിഞ്ഞ വർഷത്തെ പേപ്പർ ഒന്ന് നോക്കിക്കോ, ബട്ട് അങ്ങനെ തന്നെ ആവും എന്നുള്ള ഒരു പ്രതീക്ഷ ഒന്നും വേണ്ട. പിന്നെ ഡയറക്ഷൻ ടെസ്റ്റ് പ്രോബ്ലംസ്. ഈ ഡയറക്ഷൻ ടെസ്റ്റ് പ്രോബ്ലംസ് എങ്ങനെയാണ് അത് വരുന്നത്? ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ 100 മീറ്റർ ഫ്രണ്ടിലേക്ക് പോയി, നോർത്തിലേക്ക് പോയി, പിന്നെ 100 മീറ്റർ വെസ്റ്റിലേക്ക് പോയി, ഒക്കെ അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനത്തെ പ്രോബ്ലംസ് ഞാൻ കഴിഞ്ഞ വർഷം വന്നൊരു പ്രോബ്ലം ഇവിടെ നിങ്ങളുടെ ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ബ്ലഡ് റിലേഷൻഷിപ്പുള്ള പ്രോബ്ലംസ് ഉണ്ട്. ഓക്കെ, അങ്ങനത്തെ പ്രോബ്ലംസ് വരാറുണ്ട്. പിന്നെ ഏജ് പ്രോബ്ലംസ് വരാറുണ്ട്. ഓക്കെ, പിന്നെ ക്ലോക്ക്. ഓക്കെ, അതായത് ക്ലോക്ക് 2 അവർ ഹാൻഡിലും മിനിറ്റ് ഹാൻഡിലും തമ്മിൽ ആംഗിൾ എങ്ങനെയാണ്, പിന്നെ ക്ലോക്ക് മിറർ റിഫ്ലക്ഷൻ, അങ്ങനത്തെ പ്രോബ്ലംസ് വരാറുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക വരുന്നുണ്ട്. അപ്പോൾ ഈ അരിത്തമെറ്റിക്കും ലോജിക്കൽ ആപ്റ്റിറ്റ്യൂഡും ഇത് രണ്ടും കൂടെ സമ്മപ്പ് ചെയ്താണ് ടോട്ടൽ 15 ക്വസ്റ്റ്യൻസ്, ടോട്ടൽ 15 ചോദ്യങ്ങൾ. ഓക്കെ, അപ്പോൾ സിലബസ് കുറച്ച് വാസ്റ്റാണ് ഇല്ലേ, കുറച്ചധികം ടോപ്പിക്സ് ഉണ്ട്. ബട്ട് നെവർ എവർ ഇഗ്നോർ ചെയ്യരുത്. ഞാൻ പറഞ്ഞില്ല 15 × 3 45 മാർക്ക്. ആ 45 മാർക്ക് എന്ന് പറയുന്നത് ഒരു ഫാക്ടർ തന്നെയാണ്. ഓക്കെ, നിങ്ങൾക്ക് ലോ സ്കോർ ചെയ്യുന്നു, നിങ്ങൾ ഇംഗ്ലീഷ് സ്കോർ ചെയ്യുന്നു, GK സ്കോർ ചെയ്യുന്നു, ഇതിലേക്കൊരു സ്കോർ വരുമ്പോൾ നല്ലൊരു സ്കോർ ഇവിടെ നിന്ന് വരികയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായി നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ ആ ഒരു ഫസ്റ്റ് എന്ത് ചെയ്യുക, ടോപ്പ് ക്ലബിലേക്ക് നിങ്ങൾ കയറും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് LLB പഠിക്കാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും, ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇംഗ്ലീഷും അതുപോലെ തന്നെ ലീഗൽ ആപ്റ്റിറ്റ്യൂഡ്. അപ്പോൾ അത് കാണുക, അതുപോലെ തന്നെ ഇതും കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടും എന്തൊക്കെയാണ് നോക്കേണ്ടെന്നൊരു ഐഡിയ. അപ്പോൾ നിങ്ങൾ അത് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, ഫുൾ സ്വിങ്ങിൽ തന്നെ പോവുക. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ടൈമുണ്ട്. ഈ ടൈം നിങ്ങൾ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. കാരണം നമുക്കൊരു 3-4 മന്ത്സാണ് നമ്മുടെ കയ്യിലുള്ളൂ. ഈ 3-4 മന്ത്സ് ഇരുന്ന് പഠിക്കാൻ മാത്രമുള്ള സിലബസ് നമുക്കുണ്ട്. ഓക്കെ, സോ ഞാൻ അവസാനത്തെ 1 മാസത്തിൽ ഞാൻ മറയ്ക്കും, അവസാനത്തെ 2 ആഴ്ചയിൽ ഞാൻ മറയ്ക്കും, അല്ലെങ്കിൽ അവസാനത്തെ 1 ആഴ്ച ഇരുന്ന് പഠിച്ചുകൊണ്ട് എനിക്ക് കിട്ടുന്നതാണ് അപ്പുറത്തെ ചേട്ടൻ പറഞ്ഞത്. അങ്ങനത്തെ ഇതൊന്നും വേണ്ട. നിങ്ങൾക്ക് നല്ല സ്കോർ ചെയ്ത് ആ ടോപ്പ് ക്ലബിലേക്ക് വരണമെങ്കിൽ ഇപ്പം തന്നെ ഇരുന്ന് പഠിച്ചു തുടങ്ങും. ഇപ്പം തന്നെ ഇരുന്ന് പഠിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടൈമുണ്ട് നിങ്ങൾക്ക്. ഓക്കെ, റിലാക്സ് ചെയ്ത് നല്ല രസത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു കറക്റ്റായിട്ടൊരു ടോണിൽ നിങ്ങൾക്ക് പഠിച്ചു പോകാൻ പറ്റും. ഓക്കെ, വലിച്ചു വാരി അവിടുന്ന് ഇവിടുന്ന് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ടൈമുണ്ട്. ആ ടൈം നിങ്ങൾ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് 3-4 മന്ത്സ് ഉണ്ട്. ആ 3-4 മന്ത്സ് യൂട്ടിലൈസ് ചെയ്താൽ പിന്നെ ലോ കോളേജ് കയറി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഒരു ഇതിൽ എന്താ പറയുക, നിങ്ങൾ പോയിക്കോളും, പ്രശ്നമൊന്നുമില്ല. ഈ ഒരു ബേസിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ നമുക്ക് പ്രശ്നമുള്ളൂ. ഓക്കെ, പിന്നെ കയറി കഴിഞ്ഞാൽ നിങ്ങൾ സെമസ്റ്ററോളം നിങ്ങൾ പാസ്സായി പൊക്കോളും നിങ്ങൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ട് ഈ വീഡിയോയിലാണ് ഞാൻ കവർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കൂടുതൽ കണ്ടൻസ് ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ കണ്ടൻറ്റൊക്കെ ഹെൽപ്ഫുൾ ആണെങ്കിൽ ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക.